ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പൊട്ടാറ്റോയും തേങ്ങക്കൊത്തും എല്ലാം ചേർത്ത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി റെഡിയാക്കാം. പൊട്ടാറ്റോ കറി ഉണ്ടാക്കാനായിട്ട് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അല്പം വേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ കറിയിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് അല്ലാതെയും കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. പൊട്ടാറ്റോ ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 2 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. പൊട്ടാറ്റോ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ അരച്ചെടുക്കണം. ഞാൻ ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളി ഇലയും കൂടെ ചതച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള എല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച പൊട്ടാറ്റോ കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ പൗളിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് ബോയിൽ ചെയ്തെടുക്കണം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും കറിയെല്ലാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ പൊട്ടാറ്റോ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടാറ്റോ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്